15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഞങ്ങൾ അറിയാത്തൊരു ശിവാനി ഉണ്ടോ ആന്റി? അതായത് വളരെ കുസൃതിയായ ഒരു ശിവ. സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കയുടെയും കുറുക്കന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വയസ്സുള്ളപ്പോഴും ഒരു ഡബിംഗ് കോൺടെസ്റ്റിന് പോയപ്പോഴത്തേക്ക് ഞാൻ 4 വയസ്സൊക്കെ ഉണ്ടാവും. ഒരിക്കൽ ഒരു കാക്ക ഒരപ്പ കഷ്ണവുമായി ഒരു മരച്ചില്ലയിൽ ഇരിക്കുകയായിരുന്നു. അതുവഴി ഒരു കുറുക്കൻ വന്നു. ഒരു വയൽ വെള്ളം മോറി. ഞാനിപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെയാണ് കളിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പാറു കല്ലൂരൊക്കെയാണ്. ഞാൻ കുഞ്ഞ്, അവളമ്മ, ഞാൻ അനിയത്തി, അവള് ചേച്ചി. കുറെ കഴിഞ്ഞ് പിന്നെ അത് 1 മണിക്കൂർ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ വൈഫ്, അവളെ ഹസ്ബൻഡ് ഒക്കെ വന്ന് കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കുഞ്ഞു വേണ്ടേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 10-20 എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടിയതും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചതും ശിവാനിയുടെ ഒളിച്ചോട്ടക്കഥയായതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ വല്ല സംഭവിച്ചാൽ ആന്റി എങ്ങനെ റിയാക്ട് ചെയ്യും? സംഭവിക്കില്ല. കോൺഫിഡൻസ് ഇടാ. ഞാൻ ക്യാൻറ്റീനിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നീ അവിടെ നിന്നേ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഞാൻ പറഞ്ഞു എന്താ ചേട്ടാ, അങ്ങനെ നീ ഷിബുവിനോട് ഒളിച്ചോടോ? ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാറുള്ളപ്പോ നീ എന്ത് ധൈര്യത്തില അങ്ങനെ ഒളിച്ചോടി? ശിവാനിയുടെ കല്യാണമൊക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? പിന്നെ ചേച്ചിനും അച്ഛമ്മക്കൊക്കെ ഞാൻ പ്രണയിക്കാന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവർക്ക് പറ്റില്ല. ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോ പ്രണയിച്ച അവർക്ക് പറ്റൂല. ഇത് കേരളം മുഴുവൻ കാണൂല്ലേ, ഒരു ചെക്കനെ പ്രണയിക്കുന്നു, അവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു, എന്തൊക്കെയാ അമ്മൂമ്മ വിളിച്ച് കരച്ചിലും ബഹളമൊക്കെ ആയി. ഏതെങ്കിലും ഒരു എപ്പിസോഡ് കണ്ടിട്ട് നീ അത് ചെയ്ത് ഒട്ടും ശരിയായില്ല എന്ന് അച്ഛനോ അമ്മയോ പറഞ്ഞിരുന്നോ? എന്താ കാണിച്ചത് അവിടെ? പശു ചാണകം കൊടുത്ത എക്സ്പ്രഷൻ ആണല്ലോ, അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതെന്തിനത് കംപ്ലീറ്റ് ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നല്ലോ ഉപ്പും മുളക് എന്ന് പറയുന്ന സീരിയൽ മുഴുവൻ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിബ്ലിങ്സ് ഉണ്ട്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും അച്ഛനും അമ്മയൊക്കെ അതിനകത്ത് നിങ്ങൾ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് പരസ്പരം, നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വിഷമം തോന്നിയോ? ഗ്ലിസറിൻ ഒഴിച്ച് കരയണ്ടെന്ന് എനിക്ക് തോന്നിയ പോലത്തെ ഒരു എപ്പിസോഡായിരുന്നു 2000ത്തെ എപ്പിസോഡ്. അത് ഭയങ്കര ഒറിജിനൽ ആയിരുന്നു. ആരൊക്കെയോ മിസ് ചെയ്തു. എപ്പോഴെങ്കിലും ആ ഉപ്പുമുളകിന്റെ പഴയ ആ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് കുറഞ്ഞതായി തോന്നുന്നുണ്ടോ? എവിടേക്കോ എപ്പോഴേക്കോ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മലയാള സീരിയൽ പ്രേക്ഷകർക്ക് എല്ലാ കാലത്തും പ്രിയങ്കരിയായിട്ടുള്ള ആള് ശിവാനിയാണ് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഉള്ളത്. പക്ഷെ ഇന്നത്തെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ശിവാനിയുടെ ഇന്റർവ്യൂസ് നിങ്ങൾ എല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ശിവാനിയെ കുറിച്ച് ശിവാനിയുടെ യഥാർത്ഥ അമ്മ സംസാരിച്ചാലോ? അപ്പൊ അമ്മയെ ശിവാനിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. ആന്റി, സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ എല്ലാ കാലത്തും കഴിഞ്ഞ 10 വർഷമായിട്ട് ഉപ്പും മുളകും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകളെല്ലാം ഇവളുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളെ പറയുമ്പോൾ സത്യസന്ധമായ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, ഇൻഡസ്ട്രി വേറെ, വീട് വേറെ. അത് കറക്റ്റ്. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു വാല്യൂഷൻ ഉണ്ടാവണമല്ലോ, അവിടെ അങ്ങനെ ആയിരിക്കണം. പിന്നെ പൊതുവെ പ്രേക്ഷകർ അങ്ങനെ ആയിരിക്കും, അവരിങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പൊ നമുക്ക് വലിയ പ്രശ്നമില്ല. എന്നാലും അമ്മ എന്ന് അവിടെ പോയി അവിടുത്തെ അമ്മേനെ വിളിക്കും, വീട്ടിൽ വന്ന് ഇവിടുത്തെ അമ്മേനെ വിളിക്കും. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഷെടാ എന്റെ യഥാർത്ഥ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നത് കുറവാണല്ലോ എന്ന് ശിവാനി ചിന്തിച്ചിട്ടുണ്ടോ? തള്ളിയൊക്കെ പറയല്ലോ, അമ്മ എന്നെ നോക്കിട്ട് കുറെ നാളായി, എനിക്ക് എന്നെ അമ്മ എന്റെ വായില് ഭക്ഷണം വെച്ചെന്നിട്ട് കുറഞ്ഞ് അന്ന് രാത്രി കൂടെ വെച്ചു കൊടുത്തിട്ട് ഉണ്ടാവുള്ളൂ. പൊതുവെ എടുത്തു കഴിക്കുന്ന സ്വഭാവം ഇല്ല. കറക്റ്റ് ആട്ടോ, നമ്മളെപ്പോഴും മമ്മിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ എന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വേറെ സ്ഥലത്ത് വന്നിട്ട് എന്റെ അമ്മ ഇങ്ങനെയാണെന്ന് പറയുമ്പോ നമുക്ക് ചെറിയൊരു, പക്ഷെ ആ അമ്മ ഭയങ്കര സംഭവമാണെന്നുള്ള എല്ലാവരും പറയുള്ളൂ. ചെറിയൊരു അസൂയ അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ 10 വർഷമൊക്കെ മോൾ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സജീവമായിരിക്കും അതിന്റെ ഉദ്ദേശിച്ചിരുന്നോ? അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക്
വന്ന് പെട്ടതാണ്. അതായത് അന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ കല്യാണമാണ്, ഞങ്ങൾ ഇല്ല എന്ന് കുറേ പറഞ്ഞതാണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഷൂട്ട് എന്നായിരുന്നു അന്ന് ഡയറക്ടർ പറഞ്ഞത്. നിങ്ങൾ വാ കല്യാണത്തിന് വിടാം. പിന്നെ അപ്പോൾ തലേ ദിവസം വന്ന് പിറ്റേ ദിവസം അങ്ങനെ 3 ദിവസം ഫസ്റ്റ് ഡേറ്റ് തുടങ്ങുന്നത്. അതായത് 2005 ഡിസംബർ 5-ാം തീയതി മാരേജ്. അപ്പൊ തലേ 4, 5, 6 ഞങ്ങൾക്ക് ഫംഗ്ഷനാണ്. ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഒരു വീട് പോലെ അങ്ങനെ പോയിട്ടാണ്. അപ്പൊ ഇല്ലെന്ന് കുറെ പറഞ്ഞതാണ്. 10 ദിവസത്തെ ഷൂട്ടുള്ളെന്നും പറഞ്ഞിട്ടാണ് കേറിയത്. 10 വർഷം. അതല്ലേ ശിവാനി, കാര്യം 18 വയസ്സേ ഉള്ളൂ, എന്നാലും ചോദിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പോലും ശിവാനിയുടെ കല്യാണമൊക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? കാര്യമായിട്ട് അല്ലേ, ആലോചിച്ചിട്ടില്ലേ? ഞാൻ വീട്ടിലൊക്കെ പറയാറുണ്ട് എനിക്ക് ഇങ്ങനത്തെ കല്യാണം വേണമെന്നൊക്കെ. എങ്ങനെയൊക്കെയാണ് നീ ഉദ്ദേശിച്ചിരുന്നത്? എനിക്ക് ഇത് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഓടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ എനിക്കൊരു ഇന്റിമേറ്റ് വെഡിങ് മതി. എനിക്ക് നാട്ടുകാരും അപ്പൊ ഞാൻ നേരത്തെ കേട്ടില്ല ഒരു 10 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന കല്യാണം. അത് ചെറുപ്പത്തിലായിരുന്നു. നമുക്ക് ബോധം വരുമ്പോഴത്തേക്കും നമ്മളാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്, നമ്മളാണ് ചെലവഴിക്കുന്നത്. അമ്മ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് കല്യാണത്തിന് ശരിയാക്കി തരണം കേട്ടോ, അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തു തരില്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നു. ഇപ്പൊ പറയുന്നത് നമുക്ക് മാക്സിമം 20 പേര് മതിയാകുമ്പോ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അതായത് എന്റെ സൈഡിൽ നിന്ന് ഒരു 100-150 പേര്, മൂപ്പറുടെ സൈഡിൽ നിന്ന് ഒരു 100-150 പേര്, 25 ആയിരുന്നു. ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ ചോദിക്കപ്പോ ഇവരെ വിളിക്കണ്ടേ, ഓ വേണമല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇപ്പൊ എനിക്ക് കോളേജിൽ വന്നപ്പോഴാണ് മനസ്സിലായത് സ്കൂളിലത്തെ ഫ്രണ്ട്സ് അല്ലാണ്ട് ഇനിയും ഫ്രണ്ട്സ് വേറെ വരുന്നുണ്ടല്ലോ എന്ന്. പിന്നെ ആൾക്കാരിങ്ങനെ പതുക്കെ ആഡ് ഓൺ ചെയ്താലും 300 ഞാൻ നിർത്തൂട്ടോ. 300 പേരിൽ നിൽക്കുന്ന ഒരു ഇന്റിമേറ്റ് വെഡിങ് വേണമെന്നുള്ളതാണ് ആഗ്രഹം. ശരിക്കും അതാരാന്ന് പറയാൻ പറ്റില്ല. രണ്ട് കുഞ്ഞമ്മയുടെ മമ്മിയുടെ മോള്, വലിയമ്മയുടെ കൊച്ചന്റെ മോള് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആരാന്ന് പോലും അറിയില്ല. ലോ ഫ്രണ്ട്സ് കൊച്ചമ്മയുടെ മോള്. ഏറ്റവും വലിയൊരു രസം ഞങ്ങൾ ഈ 2015 എന്നീ 5 വരുന്നത് എന്തോന്ന് അറിയില്ല. 2015 തൊട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2020-21 വരെ ഒന്നും ഞങ്ങൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. വീട്ടിൽ വരുന്ന ഫാമിലി ഫംഗ്ഷൻസ്, വെഡിങ് ഒന്നും പോയിട്ടില്ല. കാരണം നമുക്ക് ഒന്നും പോകാൻ പറ്റണ്ടായിരുന്നു. അപ്പം നമ്മളെ അറിയില്ല. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നു. ഇല്ല, മോക്ക് ആദ്യം വന്നു, അത് കഴിഞ്ഞ് എനിക്ക് വന്നു. പിന്നെ ഹസ്ബൻഡ് സീരിയസ് ആയി, കാരണം പുള്ളിയൊക്കെ ഐസിയുലൊക്കെ അങ്ങനെ കിടക്കേണ്ട. അന്നേരം അത് കഴിഞ്ഞിപ്പം ഞങ്ങൾ കുമ്പളയിൽ കയറിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു വെഡിങ് വന്നു. അപ്പൊ അന്നാണ് ഞങ്ങൾ ആ ഒരു വെഡിങ്ങിന് പോയി. വർഷങ്ങൾക്ക് ശേഷം അവിടെ ചെന്നൈക്ക് എല്ലാവരും വരുന്നു ഫോട്ടോ. അപ്പൊ ഇവരെല്ലാം മൊത്തം റിലേറ്റീവ്സ് ഒക്കെ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു റിലേറ്റീവ് നമുക്കുണ്ടോ അതുകൊണ്ട് മാത്രമല്ല, അപ്പൊ അതുകൊണ്ട് റിലേറ്റീവ്സിന് ആരും അങ്ങനെ അത്ര പരിചയമില്ല, ആരും കാണുന്നില്ല. അപ്പം എല്ലാവരും അപ്പൊ അത് കാരണം കൊണ്ട് റിലേറ്റീവ്സ് എത്ര പേരുണ്ടെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് 20-ലും അതെ 20-25-ലൊക്കെ എത്തിയത്. ഇപ്പൊ 300-ലെത്തിക്കുന്നത്. അങ്ങനെ നിന്റെ സ്വപ്നങ്ങളിലുള്ള വെഡിങ് ഒന്ന് പറയാവോ? ഈശ്വര, അത് കേൾക്കട്ടെ. അങ്ങനെയൊന്നുമില്ല. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഐ ലവ് മൈ കൾച്ചർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യടാ, അതെവിടുത്തെ ഏർപ്പാട്? അവരറേഞ്ച് ചെയ്തോട്ടെ. അല്ലേ? എനിക്ക് നമ്മുടെ കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെച്ചാൽ പഴയ രീതികളും അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. സംഗതി ഞാൻ മറ്റേ ജെൻസി കിഡിന്റെ മില്ലേനിയൽ ബോയ് സാധനമാണ്. അപ്പൊ അത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എംബ്രേസ് ചെയ്ത് പഴമയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭയങ്കര നമുക്ക് ഓരോ മൊമെന്റ് ഓർത്തിരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വെഡിങ്. അല്ലാണ്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം അതൊന്നും ഉപ്പില്ല. പക്ഷേ ഉപ്പുമുളകിൽ ഇങ്ങനെ ഒരു കല്യാണം നമുക്ക് ഇങ്ങനെയൊക്കെ കഥ കൊണ്ടുപോകാം, എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിന്റെ മനസ്സിൽ കൂടെ എന്താ പോയെ? എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കര പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹം ഒളിച്ചോടണം. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളു, പരിപാടി ഇത് എന്താണോ എന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ആ ഒരു ഇതങ്ങോട്ട് മാറിക്കിട്ടി. ഒളിച്ചോട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്ക് കൊള്ളാം. എന്റെ അച്ഛനും അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല. ആണല്ലേ? വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടിയാണ് ഞാൻ. ഫാമിലിത്തെ ആദ്യത്തെ പെൺകുട്ടിയാണ്. അമ്മയുടെ സൈഡിൽ നിന്ന് ആദ്യത്തെ പെൺകുട്ടി, അച്ഛന്റെ സൈഡിൽ നിന്ന് ആകുള്ളൊരു പെൺകുട്ടി. അപ്പം അച്ഛനും അച്ഛമ്മക്കൊക്കെ ഞാൻ പ്രണയിക്കാന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവർക്ക് പറ്റില്ല. ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പ്രണയിച്ച അവർക്ക് പറ്റൂല. ഇത് കേരളം മുഴുവൻ കാണൂല്ലേ, ചെക്കനെ പ്രണയിക്കുന്നു, അവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു, എന്തൊക്കെയാ അമ്മൂമ്മ വിളിച്ച് കരച്ചിലും ബഹളമൊക്കെ ആയി. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആണോ? അയ്യോ, നീ ആ സെറ്റിലുണ്ടായിരുന്നല്ലേ, നീ പറ്റില്ല എന്ന് പറയാൻ പാടില്ല, പുതുക്കെ പുറത്തു പോകും. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, അമ്മ അങ്ങനെയല്ലല്ലോ, അവര് പറയുന്ന സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യാന്നല്ലേ, അപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല, അതൊക്കെ എന്റേതായ പോകും. എന്നാ അവര് ഒരാഴ്ചയോളം ഉറങ്ങിയിട്ടില്ല. എന്റെ പൊന്നെ, നീ എങ്ങനെ സമാധാനിപ്പിച്ച അമ്മൂമ്മേനെ അപ്പൂപ്പനെ? എന്നെ കണ്ടുകഴിഞ്ഞപ്പോ പോയില്ല. ആണോ? ഇങ്ങനെയുള്ള നീ എങ്ങനെ പ്രേമിക്കാൻ പോകൂടാ? കൺവിൻസ് ചെയ്യാം. അതാണ്. നിനക്ക് എപ്പോഴാ നീ സ്വയം ഒരു സെലിബ്രിറ്റി ആയിട്ട് മനസ്സിലായത്?
ഉപ്പുമുളകിലേക്ക് വന്നതിന് ശേഷമാണോ? ആ പിന്നെ ആണ്. എനിക്ക് ഉപ്പുമുളകിൽ വന്നിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് വ്ളോഗൊക്കെ വെച്ച് തുടങ്ങിയത്. അല്ല, അതിന് മുമ്പ് ഉള്ള ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കയുടെയും കുറുക്കന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെവിടെ പറഞ്ഞിട്ടുള്ളത്? ഏത് 3 വയസ്സുള്ളപ്പോഴും ഒരു ഡബിങ് കോൺടെസ്റ്റിന് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു. 4 വയസ്സൊക്കെ ഉണ്ടാവും. ഓർമ്മയുണ്ടോ? പിന്നെ എന്താന്ന് പറഞ്ഞ? ഒരിക്കൽ ഒരു കാക്ക ഒരപ്പ കഷ്ണവുമായി ഒരു മരച്ചില്ലയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടൊരു കഥയാണ്. അതിന് അവസാനം ഭയങ്കര സ്റ്റുഡിയോ ഭയങ്കര വലുതാ. അപ്പം അങ്ങനെ ഒരു മോളിലൊരു വിൻഡോ പാനലുണ്ട്. അപ്പം എനിക്ക് സംശയമാണ്, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവോ എന്റെ കഥ കഴിഞ്ഞു എന്ന്, ഇവര് വീണ്ടും കാത്തിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞു അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അന്നൊരു ഡബിങ് കോൺടെസ്റ്റ് നമ്മളെല്ലാ പേപ്പറിൽ വന്നതാണ്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ എന്തായാലും സംസാരിക്കുന്നതല്ലേ കഥയെല്ലാം, കാര്യം ഡബ് ചെയ്യാൻ എന്തായാലും പറ്റില്ല, ചുമ്മാ പോയേക്കാന്ന് വെച്ചാൽ. അപ്പൊ അവർക്ക് രജിസ്ട്രേഷൻ ഫീ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഒന്ന് പോന്നോന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് 11 ഐറ്റം അപ്പം സ്കൂളിലേക്ക് വേണ്ടിയിട്ട് LKG ഉണ്ടായിരുന്നു മോളെ. അപ്പം LKG വേണ്ടിയിട്ട് ഒരു 11 ഐറ്റം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ തന്നെ ഓരോന്ന് കഴിയുമ്പോഴും കഴിഞ്ഞു. അപ്പോൾ ആ സ്റ്റോറിയുടെ എൻഡിലും വന്നിട്ട് ഒരു കഴിഞ്ഞു. പക്ഷെ ആ സ്റ്റോറി നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തൊട്ട് കുറച്ചൊക്കെ ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളൊരു അങ്ങനെ. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു ഫോണിൻ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അവരൊരു 8ാം ക്ലാസ്സിലെ കുട്ടികളെയായിരുന്നു അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ അവർ ഇങ്ങനെയുള്ള കണ്ടപ്പോൾ ചെയ്ത് നോക്കും, എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നു. ഒരു 7 എപ്പിസോഡ് അതിനുള്ള എല്ലാ കോസ്റ്റ്യൂമും എല്ലാം കൊണ്ട് പോകുന്നു. പിന്നീട് അവളവിടെ ഇരുന്ന് ചെയ്യും, ഞാനിവിടുന്ന് ക്യാമറ അവിടുത്തെ ആൾക്കാർ. അപ്പോൾ അങ്ങനെ അതിന് അങ്ങനെ യൂസ്ഡായി അല്ലേ. ഈ എന്താ പറയാ, കംപ്ലീറ്റ് ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നല്ലോ ഉപ്പുമുളക് എന്ന് പറയുന്ന സീരിയൽ മുഴുവൻ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിബ്ലിങ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. കല്യാണം വരെ എത്തി. ഇതിനിടയിൽ എപ്പോഴെങ്കിലും അച്ഛനും അമ്മയൊക്കെ അതിനകത്ത് നിങ്ങൾ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് പരസ്പരം, നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വിഷമം തോന്നിയോ? എല്ലാവരും വേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു? അത് ഞാൻ ആ ടൈമില് എന്റെ 12th എക്സാംസ് ഞാൻ വേറൊരു മൈൻഡിലായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും പരീക്ഷ ഒന്നും എഴുതി തീർത്താൽ മതി എന്നുള്ള ഇതിലായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിന് പോയി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ, അതായത് ആ ഒരു വിടവ് ഭയങ്കര വലുതാണെന്ന് നമുക്ക് കത്തുന്നത് അപ്പോഴാണ്. പിന്നെ നമ്മൾ അതിനോട് യൂസ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് ഫീൽ ചെയ്തത് മറ്റേ 2000 എപ്പിസോഡ് എടുത്തപ്പോഴത്തേക്കും നമ്മൾ വീട് വാങ്ങുന്ന ആ ഒരു എപ്പിസോഡ് ചെയ്തു. അപ്പൊ ശരിക്കും അതായത് അവരുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു ടൈം, അതും കല്യാണമാണ്. അല്ല, നിങ്ങളുടെ കൂടെ ഇപ്പൊ പാറു ആണെങ്കിൽ ജനിച്ചു വീണ കൊച്ചിനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുതരുന്നു, അവള് നിങ്ങളുടെ ഒപ്പം വളരുന്നു, ഇന്ന് ഇത്ര വലിയ വലിയ ഡയലോഗുകളൊക്കെ അവളിരുന്ന് പറയുന്നു. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ടോ? പിന്നെ അവളൊരു വണ്ടർ ചൈൽഡാണ്. അവളും കല്ലുമൊക്കെ വെച്ചാൽ ഞങ്ങളെ ആ ഒരു 8 വയസ്സെന്നുള്ള ഒരു ഏജിൽ വന്നുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എന്തും പറഞ്ഞ് പതുക്കെ പഠിച്ചു വന്നതാണ്. പക്ഷെ ജനിച്ചിവിടെ ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടി ഷീസ് ലിറ്ററലി ബ്ലെസ്ഡ്. അതും ഇത്രയും വലിയ വലിയ ഗുരുക്കന്മാർ, ഞാൻ ആ സെറ്റിലുള്ള എല്ലാവരും വലിയ വലിയ ഗുരുക്കന്മാരാണ്, എല്ലാം ഈച്ച് വൺ. അപ്പം അത്രയും ആൾക്കാരുടെ നടുക്ക് നിന്ന് അവരുടെ ചെയ്യുന്ന ഓരോ മൈന്യൂട്ട് കാര്യവും കണ്ടുപഠിച്ച് വളർന്ന കുട്ടിയാണ് അവള് ശരിക്കും ബ്ലെസ്ഡ് ആണ്. കല്ലുമോള് പിന്നെയും ആ ഒരു 3 വയസ്സിൽ വന്നു, ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും അവളും ഓരോ ദിവസവും ഇമ്പ്രൂവ്, അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നല്ലാണ്ട് ഇവര് സ്വയം അതിനെ അറിഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. അത്ര ചെറിയ പ്രായത്തിൽ അവർക്ക് ഈ രോഗം മാത്രമേ അറിയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. അവളെ കല്ലുമോളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ ഇരിക്കുക, കൊളാബ് ചെയ്ത് കൊച്ചിന്റെ ശീലമായി ഇരിക്കുമ്പോഴും ഇതാണ്. നമ്മള് സീലൊക്കെ നമ്മൾ ഒക്കെ വെച്ച് ഡയലോഗ് പറയുകയാണെങ്കിൽ അല്ലേ കല്ലുമോളെ, അതിനോട് ഭയങ്കര കണ്ടീഷൻഡായി കുട്ടികൾ രണ്ടുപേരും. എന്റെ അമ്മ എന്തൊക്കെയാണല്ലേ സംഭവിക്കുന്നത്. ലോക്ക്ഡൌൺ വന്നപ്പോഴാണ് നമ്മളെല്ലാം വീട്ടിലിരിക്കുന്നത്. അന്നേരം ഇവള് പറയുന്നതാണ്, അമ്മ സാധാരണക്കാരുടെ ജീവിതം എന്ത് രസമല്ലേ. നമുക്ക് വെറുതെ ഇരുന്നുള്ള ശീലം ഇല്ല ചേച്ചി. നമ്മള് രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണു, ഷൂട്ട്, അത് കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം നോട്ട്സ് ഒക്കെ സ്കൂളിൽ നിന്ന് പല സൈഡിൽ നിന്ന് വന്നു തുടങ്ങും. വീട്ടിലൊരു 7 മണിക്ക് തിരിച്ചെത്തുന്നു, പഠിപ്പ് തുടങ്ങുന്നു, 10 മണിക്ക് കിടന്നുറങ്ങുന്നു, റിപ്പീറ്റ് രാവിലെ. അതൊരു 22 ഡേയ്സ് അങ്ങനെ കണ്ടിന്യൂസ് അങ്ങോട്ട് പോകും. പിന്നെ കിട്ടുന്ന ഒരാഴ്ച സ്കൂളിലേക്കാണ്. സ്കൂളിലെത്തുന്നില്ല അപ്പോഴും, ഒരാഴ്ചയിലാണെങ്കിൽ ആഡ് ഷൂട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ സാറ്റർഡേ സൺഡേ അങ്ങനെ വരുമ്പോഴത്തേക്കും അത്രയും അപ്പം നമുക്ക് അതായത് ഇങ്ങനെ എവിടെന്നോ വീണ് കിട്ടിയൊരു നിധി പോലെ ആയിരുന്നു എനിക്ക് ലോക്ക്ഡൌൺ ഒക്കെ. പലവരുടെയും ജീവിതം തന്നെ നശിപ്പിച്ചതാണെങ്കിലും നമുക്ക് അത്രയും വെറുതെ ഇരിക്കാം, സമാധാനം എന്ന് പറഞ്ഞ സാധനം അങ്ങനെ കിട്ടുന്നത് ആദ്യമായിട്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ വളരെ ബീങ് വെരി ഓണസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ആ ഉപ്പുമുളകിന്റെ ആ പഴയ ആ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് കുറഞ്ഞതായി തോന്നുന്നുണ്ടോ?
എവിടേക്കോ എപ്പോഴേക്കോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് 2000 കഥകളായില്ലേ, നമുക്ക് പറയാനായിട്ട് കഥകൾക്കും കുറെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ചില സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് എഴുതുന്നവരെ സമ്മതിക്കണം. ഈ ഒരു 8 ആൾക്കാരെ കൊണ്ട് ഇതിലും കൂടുതൽ എന്ത് കഥ എഴുതുക. പിന്നെ എന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ച് ഇപ്പൊ കേശുവിന്റെ ബോയ് ഫ്രണ്ട് വന്നു, എനിക്കൊരു ഒളിച്ചോട്ടം കിട്ടി. അങ്ങനെ ഈ എപ്പിസോഡ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, എപ്പിസോഡ് നിർത്തിയത് ഞാൻ ഒളിച്ചോടി പോകുന്നില്ല, സ്വപ്നം എന്നുള്ള കാര്യം പിറ്റേ ദിവസത്തെ എപ്പിസോഡാണ്. പക്ഷെ നീ സത്യം മനസ്സിലാക്കണം, അതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയേക്കുന്ന ആ കമന്റ് ഏതാണെന്നറിയോ, ഇത് ഭവാനിയമ്മയുടെ സ്വപ്നമാണെന്നുള്ളവർ ലൈക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനായിരുന്നു. കോളേജിൽ ചെന്നിട്ട് 2-3 ദിവസം അങ്ങനെ അതായത് ഫസ്റ്റ് ഡേ ഓറിയന്റേഷൻ, സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾക്ക് കോളേജ് തുടങ്ങുന്നത്. ഞാൻ ക്യാൻറ്റീനിലോട്ട് ഫുഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നീ അവിടെ നിന്നേ, അങ്ങനെ ഉറക്കത ഞാൻ ക്യാൻറ്റീനിലോട്ട് കയറുന്നുള്ളൂ, ഒരു ഉറക്കം വെച്ചാൽ അങ്ങനെ എന്താ നീ എന്ത് പരിപാടിയെ കാണിച്ചേ, ഞാൻ പറഞ്ഞു എന്താ ചേട്ടാ, അങ്ങനെ നീ ഷിബുവിനോട് ഒളിച്ചോടോ ആ സാധനം. അപ്പൊ 30-ാം തീയതി എപ്പിസോഡ് എയർ ചെയ്തു, 1-ാം തീയതി കോളേജ്, പിറ്റേ ദിവസത്തെ എപ്പിസോഡ് എയർ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഇല്ല, ഞങ്ങളൊക്കെ ഇവിടെ ചോദിക്കാറുള്ളപ്പോ നീ എന്ത് ധൈര്യത്തില അങ്ങനെ ഒളിച്ചോടി. ഞാൻ മറ്റേ പിന്നെ ഇതൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് റൈറ്ററിനോട് സൂചിപ്പിക്കാം. ആ വേണം, പേടിയോ ഇതിനെ കേട്ട് കഴിയുമ്പോഴത്തേക്ക്, അതോ എടുത്തോ? നമുക്ക് പിന്നെ വണ്ടി ചില്ല് ആ കൂട്ടത്താണ്. പക്ഷെ എന്നാലും എന്നുവെച്ചാൽ നമ്മൾ ഇതിന് ഇത്രയും ഇമ്പാക്ട് ആ ഒരു എപ്പിസോഡ് എയർ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുന്നത് ആദ്യമായിട്ടാണ്. അതും കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സോ കോൾ കുറച്ച് എക്സ്പെക്ടേഷൻസും കുറച്ച് പേടികളും ഉണ്ടാവുമല്ലോ. അതിന്റെ നടുക്കി ക്വസ്റ്റ്യൻ ചെയ്യണപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അയ്യോ ഓക്കെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ കോളേജ് ലൈഫ് ഒരുപോലെ എൻജോയ് ചെയ്യുന്നല്ലേ? ഈ സീരിയൽ ലൊക്കേഷനും 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ കോളേജ് തുടങ്ങിയിട്ട്, കുറെ ലീവായി ഇപ്പൊ. ആണോ? ഓൾറെഡി എത്ര ദിവസം കോളേജ് അറ്റൻഡ് ചെയ്തു? 10 days. അത്ര എടുത്തു? അത്ര കോളേജിൽ പോയി? ജൂലൈ 1 തുടങ്ങി, ജൂലൈ 20 അതിനിടയ്ക്കെല്ലാം കുറച്ച് സ്ട്രൈക്കും ഇതൊക്കെ വരുമ്പോ നമുക്ക് ആണ് അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടോ പ്രൊഡ്യൂസറിനോടോ ഡയറക്ടറിനോടോ ആരോടെങ്കിലും ഒക്കെ പോയി ചോദിച്ചിട്ടുണ്ടോ, ചേട്ടാ ആ പഴയ ആൾക്കാരെല്ലാം തിരിച്ചു വരുമോ, പഴയ പോലെ ഇതാകുമോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ആ ഒരു ജേർണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ചോദിക്കേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ആഗ്രഹം പഴയ എല്ലാവരെയും കൊണ്ടുവരണം. ഇപ്പൊ ഞങ്ങൾ 2000 എപ്പിസോഡൊക്കെ പണ്ട് പ്ലാൻ ചെയ്തിരുന്നത് ഉപ്പുമുളകിന്റെ ഫുൾ കാസ്റ്റ് ഫ്രം ഡേ 1 to that day എല്ലാ കാസ്റ്റിനെയും കൊണ്ടുവന്നിട്ടൊരു എപ്പിസോഡ് അങ്ങനെ ചെയ്യണം എന്നാണ് പണ്ടൊക്കെ ഞങ്ങളുടെ പ്ലാൻ. 1000 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത മൈൽ സ്റ്റോൺ 2000 ആണല്ലോ, അങ്ങനെയായിരുന്നു. പക്ഷേ കാലത്തിന്റെ സമ്മർദ്ദം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ എന്നാലും ഞാൻ ശരിക്കും നമുക്ക് ഗ്ലിസറിൻ ഒഴിച്ച് കരയണ്ടെന്ന് എനിക്ക് തോന്നിയ പോലത്തെ ഒരു എപ്പിസോഡായിരുന്നു 2000ത്തെ എപ്പിസോഡ്. ആ ഒരു അത് ഭയങ്കര ഒറിജിനൽ ആയിരുന്നു. ആരൊക്കെയോ മിസ് ചെയ്തു ആ വീട്ടിൽ. ആ വീട് നമ്മൾ വളരുമ്പോ ആ വീട് വളർന്നുകൊണ്ടിരിക്കും. 2ാമത്തെ ഒരു നില വന്നു, കുറെ ചേഞ്ചസ്. അപ്പം നമുക്ക് ആ വീട് നോക്കുമ്പോ തന്നെ കുറെ മെമ്മറീസും എന്തൊക്കെയോ അങ്ങനെ വല്ലാണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആ വീടിന്റെ ഉടമസ്ഥർക്ക് ഉണ്ടാവില്ല അത്രയും അടുപ്പമല്ലേ ശരിക്കും. ആ വീട്ടിലൊരു പെയിന്റിങ് അങ്ങോട്ട് വിടുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും അത് അവിടെ തല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കുട്ടികളാണ് വന്നു കയറുമ്പോഴത്തേക്കും ഇവിടുത്തെ മരം അവിടെ പോയി, അല്ലെങ്കിൽ ഇവിടുത്തെ ചെടി അവിടെ പോയി, അവര് വന്ന ഉടനെ തന്നെ അവിടെ എന്ത് മാറ്റമാണ്. ഈ ഏതെങ്കിലും ഒരു എപ്പിസോഡ് കണ്ടിട്ട് നീ അത് ചെയ്ത് ഒട്ടും ശരിയായില്ല എന്ന് അച്ഛനോ അമ്മയോ പറഞ്ഞിരുന്നോ? അതെപ്പോഴും പറയും. എനിക്കൊന്ന് അത് അമ്മയ്ക്ക് പറയാണ് അതിനങ്ങനെ ഇത് ചെയ്യണ്ടായിരുന്നില്ല, ആ ഇട്ട് എക്സ്പ്രഷൻ അത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതെന്തൊരു ഓക്കോഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് തെളിച്ച പോലെ പറയും. ഞാൻ നമുക്കങ്ങനെ ഫോളോന്നും കാണാൻ സമയം കിട്ടാറില്ല. ഞാൻ ആ ഒരു സ്കൂൾ ടൈം കൂടെ ആയതുകൊണ്ട് കോളേജ് കൂടെ ആയപ്പോ തീരെ പറ്റുന്നില്ല. അപ്പം അമ്മയാണ് ഇരുന്ന് കാണുന്നത്. അപ്പൊ അമ്മ കണ്ടിട്ട് അത് എന്താ കാണിച്ചത് അവിടെ, പശു ചാണകം കൊടുത്ത എക്സ്പ്രഷൻ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ ആ സാധനം അതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഞങ്ങൾ പറയുന്നത് അങ്ങനെയാ, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളും. പപ്പയാണെങ്കിൽ പിന്നെ പപ്പ എപ്പിസോഡേ കാണത്തില്ല. പപ്പയ്ക്ക് ഇങ്ങനെ FB-യിലും ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വരുന്ന റീൽസ് ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്ത് കൊടുക്കും. ആനന്ദേട്ടാ ഇത് കണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കമന്റ് വരുമ്പോഴത്തേക്കാണ് ഈ ഡ്രസ്സ് എന്തെങ്കിലും ഡ്രസ്സിന്റെ വിഷയം, ഈ കുനിഞ്ഞു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ അയച്ചെടുത്തത്. മീനെ ഇത് കണ്ടോ, അവളത് എന്ത് ഭാവിച്ചിട്ട് അവളോട് പറയട്ടോ. അതല്ല അവളുടെ ചീത്തപ്പോഴും എനിക്ക് കിട്ടുന്നതേ. അതെ, അങ്ങനെ എന്നെ വിളിച്ചത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മോളെ ശ്രദ്ധിക്കണം, കുനിമ്പ് ശ്രദ്ധിക്കണം, അങ്ങനെ ഞാൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പുള്ളി വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് ചിലപ്പോൾ. പക്ഷെ ഭയങ്കര ഇതായിട്ട് നന്നായിട്ട് എന്താ പറയാ, പുള്ളി എല്ലാ കാര്യവും മാച്ച് ചെയ്ത് പറയും. ആണല്ലേ? ഈ ഒരു അടുത്ത കാലത്ത് ശിവാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു സന്ദർഭം എന്തായിരുന്നു ഉപ്പുമുളകിലെ?
എനിക്കൊന്ന് ഡെഫിനറ്റ്ലി 2000ാമത്തെ എപ്പിസോഡും ആ ഒരു ഫണ്ണെന്ന് എനിക്ക് തോന്നുന്നത് ഒളിച്ചോട്ടം അതെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ എടുക്കാനും ചെയ്യാനും ഒക്കെ. ഞാനിങ്ങനെ ആ ആക്ടറും നല്ലതാ, നല്ല ആക്ടർ. ചേട്ടന്റെ പേര് അരുൺ, ഞങ്ങൾ എല്ലാവരും ചക്കര എന്നായിട്ട് വിളിക്കാറ്, അതുകൊണ്ട് എനിക്ക് ആളെ ശരിക്കുള്ള പേര് അറിയത്തില്ല. ചക്കര ചേട്ടൻ അടിപൊളി. നമ്മൾ വെച്ചാൽ നമുക്ക് കൈ വന്നിടുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഡബിൾ ഇൻപുട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, അപ്പൊ നമുക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. പിന്നെ സുഹിൽ സാറും നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സാർ എന്തും ചെയ്യും, അങ്ങനെയാണ് സാറും. അപ്പം ശരിക്കും വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു ആ ഒരു എപ്പിസോഡ്. ഞാൻ രാവിലെ അതിന്റെ തലേ ദിവസമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. ഞാൻ ഹെയർ നല്ല ഷോർട്ടും ചെയ്തു. അപ്പം ഞാനിങ്ങനെ എല്ലാവരും പറയാം എന്റെ കല്യാണം കേട്ടോ എന്നാണോ എല്ലാവരും എന്റെ പെങ്ങളുടെ കല്യാണമാണ് എല്ലാവരും പറയണം. ആ സാധനം ഞാൻ 2-3 ദിവസമായിട്ട് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറയുന്നു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ചേച്ചിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു 12-13 ഇയേഴ്സിന്റെ ടൈമാണ്. അപ്പൊ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും ആ സാധനമൊക്കെ ഷിഫ്റ്റ് 5 ഇയേഴ്സ് ഞാൻ ചെയ്യണം എന്നുള്ള സാധനം വരുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ആ ഒരു +2 നിൽക്കണം എന്നുള്ള അത് ഇപ്പോഴും. സാരി ഉടുക്കാൻ സമ്മതിക്കില്ല. അതൊന്ന് സാരി 2ആക്കി മടക്കിയാലാണ് എന്റെ കുളിക്കാൻ അതുകൊണ്ടല്ല ഇപ്പോഴേ വലിയ മെച്ചൂരിറ്റിന്റെ ആവശ്യമില്ല. ഇങ്ങനെ 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.